പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അനൗപചാരികമായൊരു കൂടിച്ചേരൽ. കൂടുതലും നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് എന്നോട് സഞ്ജീവ് ആവശ്യപ്പെട്ടത് പുസ്തകം പരിചയപ്പെടുത്താൻ. സത്യത്തിൽ ആ പണി വലിയ പരിധി വരെ പത്മകുമാറും ഭാസ്കരൻ സാറും ഒക്കെ ചെയ്ത് കഴിയും. പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വെൻ യു ടച്ച് എ ബുക്ക് യു ആർ ടച്ചിങ് എ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഒരു പുസ്തകം സ്പർശിക്കുമ്പോൾ ഒരു മനുഷ്യനെയാണ് സ്പർശിക്കുന്നത്. അപ്പോൾ പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സഞ്ജീവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സഞ്ജീവിനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോക്ക് പോയാൽ ഈ പുസ്തകത്തിലുള്ളതിനേക്കാൾ ഗഹനമായ ഒരു ചിന്തയിലേക്കൊക്കെ നിങ്ങൾ കടന്നു പോകും. പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഗഹനമായിട്ടൊന്നും പറയുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് ഞാൻ സത്യത്തിൽ പ്രേരകമായി എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു സ്പിരിച്വൽ തലത്തിലല്ല, ഒരു ഭൗതികമായൊരു തലത്തിൽ. ഭാസ്കർ സാർ പറഞ്ഞൊരു പോയിന്റ് ഭാസ്കർ സാറും ഗിരിജയും പറഞ്ഞൊരു പോയിന്റ് ഞാൻ ആലോചിക്കാൻ. ഈ പുസ്തകം എഴുതിയത് എനിക്ക് പരിചയമുള്ള പണ്ട് എൻ്റെ ക്ലാസ്സിലിരുന്ന സഞ്ജീവൻ. ഒരു തരത്തിൽ ഞാനും അത് തന്നെ പറയും, എനിക്ക് പരിചയമുള്ള സഞ്ജീവല്ല അത് എഴുതിയത്. അപ്പോൾ സഞ്ജീവിനോട് ഞാൻ സംസാരിച്ചു, സഞ്ജീവല്ല ഇത് എഴുതിയത് എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഞാൻ അവനോട് തമാശയായിട്ട് പറയായിരുന്നു, ഈ അടുത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതാ പ്രഭാഷണത്തിനൊക്കെ പറഞ്ഞു, ഞാൻ കവിത എഴുതാറ്. ബാലേന്ദ്രൻ പറയും, ഞാൻ ചില സമയങ്ങളിൽ എനിക്കൊരു ഭൂതാവേശം ഉണ്ടാകും, ഐ ഗെറ്റ് പൊസസ്ഡ്. ആ സമയത്ത് മറ്റാരും എന്നെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ സഞ്ജീവ് ഇതിനകത്ത് വളരെ അതിൻ്റെ പ്രിമൈസ് എന്ന് പറയുന്നത് വെള്ളായണിയും അന്നത്തെ കാലും അന്നത്തെ തമാശകളും ഒക്കെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ളൊരു 40 വർഷത്തിലേക്കുള്ള അവൻ്റെ ജീവിതം, അവൻ്റെ വളർച്ച, അവൻ്റെ ചിന്തകൾ, സഞ്ജീവ് സ്വയം നടത്തിയ ധാരാളം സംഭാഷണങ്ങൾ, അവനവനോട് നടത്തിയ ധാരാളം സംഭാഷണം, അതിൽ നിന്നാണ് ഇതുപോലത്തെ ഒരു പുസ്തകം ഉരുത്തിരിഞ്ഞു വന്നത്. ഞാൻ ഇന്ന് അവനോട് ചോദിച്ചു, നീ മലയാളം എഴുത്തില്ലല്ലോ? ഞാൻ മലയാളം എഴുത്തില്ല. ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ ഒരു ഇംഗ്ലീഷ് റൈറ്റിംഗ് നമുക്ക് എഴുതാൻ പറ്റും, അത് നീ എഴുതിയതല്ല. പറഞ്ഞത് the whole process of growing up made us write this. The whole process of the experiences that has built up, അതാണ് നമ്മളെ ഇത് എഴുതിപ്പിച്ചത്. അപ്പം ഞങ്ങൾ 2 വഴിക്കാണ് പോയത്. അവൻ കൃഷി വകുപ്പിലേക്ക് പോയി, ഞാൻ ദൂരദർശനിലേക്ക് പോയി. ഞങ്ങൾ വഴികളെ ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെയ്യും, വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ. പക്ഷേ ഗിരിജ പറഞ്ഞ പോലെ ആ ക്യാമ്പസ് കാലത്തുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് മനസ്സിൽ പെൺകുട്ടികളും കൂടെ വിളിച്ചിട്ടുള്ളതും കാര്യമില്ല. അത്രയും അടുപ്പമുള്ള ഒരു ജീവിതം. ഞാൻ സഞ്ജീവ്, ജയേന്ദ്രകുമാരുടെ ഉണ്ട്, രാജു, ഞങ്ങളുടെ ബാച്ച് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പോൾ അന്നത്തെ തമാശകൾ ഇതിനകത്ത് കുറച്ചുണ്ട്. പക്ഷെ അന്ന് ജീവിതത്തിൽ നമ്മൾ കണ്ടിരുന്ന രീതി ഇപ്പം ഈ പുസ്തകത്തിലുള്ള രീതിയും 2 തരത്തിൽ. ഈ ഇവിടെ നേരത്തെ കാണിച്ച ഇൻ്റർവ്യൂവിൽ അവൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലൊരു മിഡ് ലൈഫ് ക്രൈസിസ് വന്നു. അതെല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരും, മിഡ് ലൈഫ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ സമയത്താണ് ഇത് എഴുതിയതെന്ന് സഞ്ജീവ് പറയുന്നത്. ഞാൻ വിരുദ്ധമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവന് ഈ സംഭവങ്ങൾ എഴുതി 20 വർഷം മുമ്പ് എനിക്ക് വായിക്കുന്നത്, 20 വർഷം മുമ്പാണ് ഒരു ചെറിയ ഡ്രാഫ്റ്റിൽ. അന്ന് വായിച്ചപ്പോൾ ഞാൻ ഒരു ഇടയ്ക്ക് ഭയങ്കര സംഭവം ഇത് യു ഷുഡ് ഡെവലപ്പ് ദിസ്. ദെൻ എവറിബഡി ഫോർഗോട്ട് അബൌട്ട്. എല്ലാവരും മറന്നു അതിനെപ്പറ്റൊന്നും. ഇടയ്ക്ക് ഞാൻ കാണുമ്പോൾ നീ അന്ന് എഴുതിയിരുന്ന അത് എഴുതേണ്ടതെന്ന് വെച്ചു. ഒരു 2 മാസം മുമ്പ് അവൻ വീട്ടിൽ വിളിച്ചു, എനിക്ക് ആ പഴയ സാധനം എല്ലാം നഷ്ടപ്പെട്ടു, അതെവിടെ കിട്ടും, അന്ന് എഴുതി എവിടെ കിട്ടും? ഞാൻ വെറുതെ മുകളിലേക്ക് പോയി, എൻ്റെ ഒരു അസോർട്ടഡ് ഫയറുണ്ട്, ഞാനത് എടുത്ത് ഇവൻ്റെ 10-40 പേജ് ടെക്സ്റ്റ് അതുപോലെ ടൈപ്ഡ് പേജസ് ഞാനതിന് താഴ്ന്നു. അതൊരു
അത് വല്ലാത്തൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം അവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിരുന്ന അന്ന് എഴുതിയ ആ എഴുത്ത് ഇനി വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് സഞ്ജീവ് തന്നെ നന്നായിട്ട്. അപ്പം അതായിരുന്നു ഞാൻ എൻ്റെ ഒരു നിമിത്തം. രണ്ട്, ഇത് ടഫായിട്ടുള്ള ബുക്കാണെന്ന് പലരും പറയുന്നു. ടഫായിട്ടുള്ള ബുക്കാണ്, വല്ലാത്ത ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അതുകൊണ്ട് ഒരു തമാശയായിട്ടുള്ളൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അപകടമുണ്ട്. ഇവിടെ അഗ്രികൾച്ചർ ഓഫീസേഴ്സിന് വേണ്ടി നടത്തുന്ന ഒരു ട്രെയിനിങ് സമേറ്റി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ സാധാരണ കൃഷി ഓഫീസേഴ്സിന് പലതരത്തിലുള്ള അഗ്രോണമി, എൻ്റെ മോളിൽ എത്ര ക്ലാസ്സുകളാണ്. അത് ആരാണ് ആ ക്ലാസ് ഓർഗനൈസ് എനിക്കറിയില്ല. ഭാസ്കരൻ സാറാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അന്ന് ഇവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നത് ഇന്ത്യയിലെ വളരെ പ്രമുഖമായ ഒരു സർവകലാശാലയിലുള്ള ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് പ്രൊഫസറാണ്. ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് പ്രൊഫസർ വന്നിട്ട് ഇവരൊരു 3 മണിക്കൂർ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒരു ഗംഭീര ക്ലാസ് എടുക്കും. ഒന്നും മനസ്സിലാക്കാൻ സാധ്യത അങ്ങനത്തെ ജാർഗൻസ് ഉപയോഗിക്കുന്ന ഒരു പ്രൊഫസറാണ് അവിടെ സൂക്ഷിക്കുന്നത്. ഈ പ്രസംഗം കേട്ടതോടെ സഞ്ജീവിന് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. ഞാൻ പറഞ്ഞു, ഇത്രയും കാലം എന്നെ വേസ്റ്റ് ആയിപ്പോയി പ്രൊഫസറെ, എന്നെ ഇത്രയും കാലം വേസ്റ്റ് ആയിപ്പോയി. ഞാൻ നിങ്ങൾ പറഞ്ഞ ഈ ഫൂക്കോയോ ലാക്കാനോ ബോഡിലാനോ സിമന്റെ ബുവാർ ഒന്നും എനിക്ക് കേട്ടിട്ടില്ല. ഇവരന്ന് പോയിട്ട് ഒരു 10-40 പുസ്തകം വെച്ചു. ഒരു 15 വർഷം വായിക്കുന്ന സംഭവമില്ല. അതിനുശേഷം എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ലോകത്ത് പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിലുള്ള എല്ലാ പുസ്തകങ്ങളും അവൻ വായിക്കുകയും അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. അവിടെ നിന്നാണ് പിന്നെ ലിറ്ററേച്ചറിലേക്ക് പോയി. അവൻ ഫെർണാണ്ടോ പെസോവയുടെ ബുക്ക് ഓഫ് ഡിസ്ക്വയറ്റ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് പുസ്തകമായിട്ട് മാറി. മാർസൽ പ്രൂസ്റ്റ് അല്ലേ, മാർസൽ പ്രൂസ്റ്റ് എത്തിയിട്ടില്ല. അതായത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവൻ വിജ്ഞാനത്തിൻ്റെ വേറൊരു വലിയ ലോകം കണ്ടെത്തി. അപ്പം അതിൽ നിന്നാണ് ഈ പുസ്തകം ഉണ്ടായി വന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. അത് സഞ്ജീവിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ്, എന്നെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. നിങ്ങളിൽ പലരും അതിൻ്റെ കഥകളിലും ഉപകഥകളിലും അതിൻ്റെ പ്രിമൈസസിലും ഒക്കെ ആയിട്ട് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ അന്നത്തെ സ്വാധീനം 70കളുടെ അവസാനമാണ്. 78 മുതലുള്ള ആ ഒരു അക്കാലത്തെ ജീവിതത്തെക്കുറിച്ചും സ്വാധീനത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോഴത്തെ തലമുറയോട് പറഞ്ഞാൽ അവർക്ക് ഒട്ടും മനസ്സിലാവാൻ സാധ്യതയില്ലാത്ത അന്നത്തെ പ്രധാനപ്പെട്ട സ്വാധീനങ്ങളിലൊന്ന് കവിതയെ. ഞാൻ നോക്കിയപ്പോഴേ അവൻ്റെ ഈ പുസ്തകത്തിൽ അവൻ കവിതകളെ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു കവിതയുടെ വരി ഏത് കവിതയാണ് ഞാൻ തപ്പിയെടുക്കും. പി കുഞ്ഞിരാമൻ തന്നെ ഒരു കവിതയാണ്, അത് അവൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിൻ്റെ വരി മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ പുസ്തകം സാധിക്കും. നേടിക്കൊടുത്തു പലതും എന്നാലും ഒരു വെളിച്ചമേ, ഏഴയാം പകലിനോടൊന്നും മിണ്ടാതെ എങ്ങോട്ട് പോയി. ഈ വരി ആ ഒരു കാലഘട്ടത്തിന് മുഴുവൻ, അല്ലെങ്കിൽ കടന്നു വന്ന ജീവിതത്തിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നുണ്ട്. നേടിക്കൊടുത്തു പലതും എന്നാലും ഒരു വെളിച്ചമേ, ഏഴയാം പകലിനോടൊന്നും മിണ്ടാതെ എങ്ങോട്ട് പോയി. സഞ്ജീവിൻ്റെ ഈ പുസ്തകം, സഞ്ജീവിൻ്റെ ഈ ജീവിതം, അവൻ്റെ ചിന്ത, ഇതെല്ലാം ഈ ഒരു കുഞ്ഞിരാമൻ നായരുടെ 4 വരി കവിതയുണ്ട്. അതാണ് ഈ ഇതിൻ്റെ ഒരു ജീവനായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഇതിൽ നിങ്ങൾ തൊടുന്നത് ഒരു വ്യക്തിയെ മാത്രമായിരിക്കില്ല, ഒരു കാലഘട്ടത്തിൽ.